നെക്സ്റ്റ് മൊഡ്യൂൾ 1 ലാസ്റ്റ് പോർഷനാണ് ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹാംഫുൾ എഫക്ട്സ് ഓൺ ഹ്യൂമൻസ് ബൈ കെമിക്കൽസ് യൂസ്ഡ് ഇൻ ദി വർക്ക് പ്ലേസ്, ദ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പനീസ് ആൻഡ് ദി വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ മാനുഫാക്ചറിങ്. അപ്പോൾ കെമിക്കൽസിൻ്റെ സ്റ്റഡീനെയാണ് ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജിയിൽ ഉള്ളത്. അത് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് കെമിക്കൽസ് അഫക്റ്റ് ചെയ്യുന്നത്. ഈ കെമിക്കൽസ് വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ കമ്പനീസ് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ് കാരണവും ഫോം ചെയ്യാറുണ്ട്. ഇനി മെഷർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്. ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം ഉണ്ട്. ത്രഷോൾഡ് ലിമിറ്റ് വാല്യൂ ഉണ്ട്, മാക്സിമം അലോവബിൾ കോൺസെൻട്രേഷനും ഉണ്ട്. അതിൽ ത്രഷോൾഡ് ലിമിറ്റ് വാല്യൂവിൽ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ആൻ എയർബോൺ സബ്സ്റ്റൻസ് ടു വിച്ച് മോസ്റ്റ് വർക്കേഴ്സ് കുഡ് ബി സേഫ്ലി എക്സ്പോസ്ഡ് ഓവർ ആൻ 8-hour വർക്കിംഗ് ഡേ ഓർ 40-hour വർക്കിംഗ് വീക്ക് ത്രൂ ഔട്ട് എ വർക്കിംഗ് ലൈഫ് ടൈം. അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് വാല്യൂ പറയുന്നത് ആവറേജ് കോൺസെൻട്രേഷനാണ് എയർബോൺ സബ്സ്റ്റൻസിൻ്റെ. വർക്കേഴ്സ് എന്ന് പറയുന്നത് സേഫ്ലി എക്സ്പോസ്ഡ് ഓവർ എത്ര മണിക്കൂർ, 8 മണിക്കൂറോ അല്ലെങ്കിൽ 40 hours ഒരു വീക്കിൽ വർക്ക് ചെയ്യുന്നു, അതാണ് ടൈം. മാക്സിമം അലോവബിൾ കോൺസെൻട്രേഷനിൽ പീക്ക് ഓർ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ എയർബോൺ ടു വിച്ച് മോസ്റ്റ് വർക്കേഴ്സ് കുഡ് ബി സേഫ്ലി എക്സ്പോസ്ഡ്. ഇതും അതുപോലെ തന്നെ എന്താണ് പീക്ക് അല്ലെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ. നേരത്തെ മണിക്കൂറിൽ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്, വർക്ക് ചെയ്യുന്ന മണിക്കൂറിനെ ബേസ് ചെയ്തിട്ട്. ഇതിലെന്ന് പറയുന്നത് നമ്മുടെ ഏത് പീക്കിലാണോ കൂടുതലും ഇത് കെമിക്കൽസിൻ്റെ എക്സ്പോഷർ ഉണ്ടാവുന്നത് അതിനെയാണ് മാക്സിമം അലോവബിൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ത്രഷോൾഡിൽ പോയിൻ്റ് അറ്റ് വിച്ച് ടോക്സിറ്റി ഫസ്റ്റ് അപ്പിയേഴ്സ്. അപ്പോൾ പോയിൻ്റ് ടോക്സിറ്റി ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട് ത്രഷോൾഡിൽ. ഇനി ഒക്കേഴ്സ് അറ്റ് ദി പോയിൻ്റ് വെയർ ദ ബോഡീസ് അബിലിറ്റി ടു ഡിറ്റോക്സിഫൈ ഓർ റിപ്പയർ ടോക്സിക് ഇഞ്ചുറി ഹാസ് ബീൻ എക്സീഡഡ്. അടുത്തതൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ബോഡി ആ എൻ്റർ ചെയ്ത ടോക്സിക്കിനെ എന്ത് ചെയ്യുന്നു, റിപ്പയർ ചെയ്യുന്നു, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നോക്കുന്ന ഒരു ലെവലും കാണും. അപ്പോൾ താഴ്ന്ന ഡോസും ഉണ്ട്, റെസ്പോൺസും ഉണ്ട് അല്ലേ. ഡോസ് എന്ന് പറയുന്നത് 10 സ്റ്റാർട്ട് ചെയ്തു, പോയിൻ്റ് കാണിച്ചു. ഇനി അപ്പർ കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ട്, ഡേറ്റ പോയിൻ്റ് ലോവർ കോൺസെൻട്രേഷൻ ലെവൽ. അപ്പർ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്, റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ലേത്താൽ ഡോസ് LD50 മീൻസ് ഡെത്ത് വിൽ അപ്പിയർ അറ്റ് ദി 50% റെസ്പോൺസ്. അപ്പോൾ 50% റെസ്പോൺസിൽ ഡെത്ത് വിൽ അപ്പിയർ, അതാണ് 20. ഡോസ് എന്ന് പറയുന്നത് 20 ആയപ്പോൾ LD50 ആയി അല്ലേ. 50% എന്ത് സംഭവിക്കാം, ഡെത്ത് വിൽ ബി അപ്പിയർ. അതാണ് അവിടുത്തെ ത്രഷോൾഡ് വാല്യൂ കാണിക്കുന്നത്. ഇനി ടോക്സിക് എഫക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ലോക്കൽ ടോക്സിസിറ്റി ഉണ്ട്, സിസ്റ്റമിക് ടോക്സിസിറ്റി, അക്യൂട്ട് ടോക്സിസിറ്റി, അതുപോലെ തന്നെ ക്രോണിക് ടോക്സിസിറ്റി. ലോക്കൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ കോണ്ടാക്റ്റ് വഴി ഉണ്ടാകുന്നതാണ്, സൈറ്റിൽ കെമിക്കൽ കോണ്ടാക്റ്റ്. സിസ്റ്റമിക് ആണെങ്കിലോ ഡിസ്റ്റൻറ്റ് ഫ്രം പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് മേ ഇൻവോൾവ് മെനി ഓർഗാൻ സിസ്റ്റംസ്. അപ്പോൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് നിന്നും ഉണ്ടാകുന്നതാണ് സിസ്റ്റമിക് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അക്യൂട്ട് ടോക്സിസിറ്റി ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സ്പോഷർ, പെട്ടെന്ന് വിത്തിൻ അവേഴ്സ് കൊണ്ടുണ്ടാകുന്നതാണ് അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ക്രോണിക് ടോക്സിസിറ്റി ആണെങ്കിൽ റെപ്രസെൻറ്റ് ക്യുമുലേറ്റീവ് ഡാമേജ് ടു സ്പെസിഫിക് ഓർഗാൻ സിസ്റ്റം ഒക്കേഴ്സ് മെനി മന്ത് ഓർ ഇയേഴ്സ് ടു ദി റെക്കഗ്നൈസബിൾ ക്ലിനിക്കൽ ഡിസീസസ്. മോസ്റ്റ് കാർസിയോജനിക് പ്രോഡക്റ്റ് ക്രോണിക് എഫക്ട്സ് ആണ്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ സീനാകുന്നതെങ്കിൽ അതാണ് ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹൈജീനാണ്. ഇൻഡസ്ട്രിയൽ ഹൈജീൻ വേർഡ് തന്നെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് ജനറലി ഡിഫൈൻഡ് ആസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഡെഡിക്കേറ്റഡ് ടു ദി ആൻറ്റിസിപ്പേഷൻ, റെക്കഗ്നീഷൻ ആൻഡ് ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻവിറോൺമെൻറ്റൽ parameters in or arising from the workplace that may result in injury, illness, impairment or affect the well-being of workers and members of community. These parameters are divided into the categories: biological, chemical, physical, inorganic
ആൻഡ് സൈക്കോ കെമിക്കൽ. അപ്പോൾ ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറയുന്നത് എന്താ വർക്ക് എക്സ്പോഷർ ആവുന്ന കണ്ടീഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ഹൈജീനായിട്ട് സൂക്ഷിക്കുക. The profession of industry hygiene uses strict and rigorous scientific methodology and often requires professional experience in determining the potential for hazard and evaluating exposure risk in the workplace and environmental studies. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറയുന്നതിന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അതിന് തന്നെ പ്രത്യേക സയൻറ്റിഫിക് മെത്തഡോളജി അപ്ലൈ ചെയ്യണം. അതായത് എങ്ങനെയാണ് ഇൻഡസ്ട്രീനെ ഹൈജീനായിട്ട് എക്സ്പോഷറിൽ നിന്നും ഹൈജീനായിട്ട് സംരക്ഷിക്കാമെന്നുള്ളത് റിസ്കി പ്രോസസ്സാണ്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻഡസ്ട്രി ഹൈജീൻ ഉള്ളത് കൺട്രോൾ, ഇവാലുവേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫൈ ചെയ്യുക, ഇവാലുവേറ്റ്, കൺട്രോൾ ചെയ്യുക. റെസ്പെക്റ്റീവ് ഹൈറാർക്കി ഓഫ് കൺട്രോൾ, തിയററ്റിക്കൽ അസസ്മെൻറ്റ് ഓഫ് എക്സ്പോഷർ, മെഷർമെൻറ്റ് ഓഫ് സ്ട്രാറ്റജിക് മോണിറ്ററിങ്, ഇവാലുവേഷൻ, റിസൾട്ട്സ് റിപ്പോർട്ട്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഹൈജീൻ്റെ ബാക്കിയാണ്. എന്താണ് ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറയുന്നത്? ഇൻവോൾവ് വിത്ത് അസസ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ, മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഇൻ ദി വർക്ക് പ്ലേസ് ഓർ കമ്മ്യൂണിറ്റി ദാറ്റ് കുഡ് കോസ് ഇഞ്ചുറി ഓർ ഡിസീസ്. അതിൽ ഫിസിക്കൽ ഹസാർഡ്സ് മേ ഇൻക്ലൂഡ് നോയ്സ്, ടെമ്പറേച്ചർ എക്സ്ട്രീംസ്, ഇലുമിനേഷൻ എക്സ്ട്രീംസ്, അയണൈസിങ് ഓർ നോൺ അയണൈസിങ് റേഡിയേഷൻ ആൻഡ് റോ ഓർഗാനിക്. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. ഫിസിക്കലിൽ എന്തൊക്കെ ഉള്ളതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതർ റിലേറ്റഡ് ഏരിയ ഇൻക്ലൂഡിങ് ഇൻഡോർ എയർ സേഫ്റ്റി മേ ആൾസോ റിസീവ് ദി അറ്റൻഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ്. ഇൻഡോർ എയർ ക്വാളിറ്റി. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഹൈജീനിക് വർക്ക് ടു മിനിമൈസ് എക്സ്പോഷർ ത്രൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ. കൺട്രോൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ദ പ്രിഫേർഡ് മെത്തേഡ് ഓഫ് കൺട്രോൾ